ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 18 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 45 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച് ആണല്ലോ. അപ്പോൾ എത്ര കുറയും നമുക്ക് നോക്കാം. തുടക്കത്തിൽ 7 കിലോ കുറക്കണം, ഒരു 78 കിലോഗ്രാമൊക്കെ ആക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ അത് ഇനിയിപ്പോൾ നടക്കുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു 80 എത്തിക്കണം എന്നാണ് ഇപ്പം എൻ്റെ ആഗ്രഹം കേട്ടോ. അങ്ങനെ മക്കളെ ഒരുവിധ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഇതാ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട്. 84.95 ആണ് കേട്ടോ. ഇന്നലത്തെ സെയിം വെയിറ്റ് ആണ്. അപ്പോൾ എന്തായാലും തളരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടും. കുറച്ച് ഹോർമോണൽ ഇഷ്യൂസും ഉണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം ചോറൊക്കെ മധുരം കുറച്ചാലും ചോറ് കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. എനിക്ക് ചോറ് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും എൻ്റെ വണ്ടി ഭയങ്കര പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സുജി മക്കളൊക്കെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ചപ്പാത്തിയും ബാജിക്കറിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ രാവിലെ മക്കൾ ബാക്കി വെച്ച് പോയ ദോശയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് ഒരു ദോശയോളം ഉണ്ടായിരുന്നു. പക്ഷേ അവർ പിച്ചിട്ടത് കൊണ്ട് അത് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. പിന്നെ സൂചിയൊക്കെ ഓഫീസിൽ പോയതിന് ശേഷം ഒരു 11:30-12 മണി ആ ഒരു ടൈമിൽ ഞാനൊരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആപ്പിൾ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുറിച്ച് കഴിക്കാനുള്ളൊരു മടി എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കടിയിൽ ഞാൻ അങ്ങനെ നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു ആപ്പിൾ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറേ ദിവസമായി വിചാരിക്കണു ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഒന്ന് എടുത്ത് വെക്കണം എന്നുള്ളത്. ക്രിസ്മസൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ജനുവരിയും കഴിയാനായില്ലേ. പക്ഷേ ക്രിസ്മസ് ട്രീ എടുത്ത് വെച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടോട്ടോ ഫുള്ള് കടിച്ച് പറിച്ചിട്ട് ഓരോ മൂലയിൽ കൊണ്ടുപോയി കടിച്ച് നശിപ്പിച്ചിടും. അങ്ങനെ അതിന്മേലുള്ള ഒരു 75% ഹാങ്ങിങ് മൊത്തം അവനെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കളയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അത് എടുക്കലുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടെടുത്ത് വെച്ച് ഒരു സമാധാനം കിട്ടി കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 2:30 മണിയായപ്പോൾ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എന്താ കുറച്ച് ചോറും തലേന്നത്തെ മുതിര ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ബീഫ് വരട്ടിയതായിരുന്നു, ഇച്ചിരി എടുത്തു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. ഇനി വീട്ടിലേക്ക് പോട്ടെ. ചെറിയ ആൾക്ക് എന്തോ എന്നോടൊരു പിണക്കുണ്ട് കേട്ടോ. ഇപ്പോൾ അന്നേരം എന്തോ ഒരു ചെറിയ കാര്യമായിരുന്നു, ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അവന് മൊത്തത്തിൽ അതിൻ്റെ ഒരു ദേഷ്യമാണ്. അങ്ങനെ പിണക്കം മാറാൻ വേണ്ടിയിട്ട് ഇന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറ് നീ ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ അവനോട് കാറിൻ്റെ ഡോറൊന്ന് ലോക്ക് ചെയ്ത എന്നുള്ളത് പറഞ്ഞതായിരുന്നു. പക്ഷെ അവനത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞപ്പോഴേക്കും. അപ്പോൾ മനസ്സിലായത് മൂത്ത ആൾക്കാണ് കേട്ടോ. അവന് ചെയ്യാൻ വന്നപ്പോഴത്തേന് മൂത്ത ആൾ ചെയ്തിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ലോക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അവന് പിന്നെയും ദേഷ്യം വന്ന് മൊത്തത്തിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് വീണ്ടും ലോക്ക് ചെയ്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഫുള്ളൊന്ന് അവനൊന്ന് സെറ്റാക്കി എടുക്കാൻ പിന്നെ കുറച്ച് നേരം എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ചായ കൊടുത്തപ്പോൾ ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് കണ്ടൊക്കെ ഇനി ബോക്സിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. ബോക്സിങ്ങിൻ്റെ സാറ് വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരെ മേലും ഒക്കെ ഒന്ന് ഇളകുന്ന ഒരു പണിയാണ്. അപ്പോൾ അത് അവരെത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഇപ്പോൾ അവർക്ക് അതിൻ്റെ വാല്യൂ അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവാറുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, അത് എന്തായാലും എന്തെങ്കിലും ഒരു ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷേ മൂത്ത ആൾക്ക് നല്ല താല്പര്യമുണ്ട്. ചെറിയ ആളിങ്ങനെ എന്താ പറയുക, താല്പര്യമുണ്ട്. പക്ഷേ ഇങ്ങനെ സ്കൂൾ വിട്ട പാടെ തന്നെ ചെയ്യാനും ഒക്കെ ഒരു തീരെ മൂടില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി ഭാവിയിൽ ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. നാളെ അവർക്ക് സ്കൂളിൽ നിന്ന് എന്താ പറയുക, സ്കൂളിൽ നിന്ന് ടൂറാണ് കേട്ടോ. ടൂറെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ കോഴിക്കോട് ജില്ലയിലുള്ള രാവിലെ പോയിട്ട് ഇവരെ ക്ലാസ് വിടുന്ന ആ ഒരു ടൈമിൽ തന്നെ എത്തും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ ബാഗിലുള്ള ബുക്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഓൺലി സ്നാക്സും വാട്ടർ ബോട്ടിലും മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബുക്സൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നീറ്റാക്കി മേശപ്പുറത്ത് തന്നെ വെച്ചു കേട്ടോ. കാരണം അത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അവർ തന്നെ പഠിച്ചോട്ടെ. പിന്നെ നാളെ എന്തായാലും ബാഗ്
റാഗിലേക്ക് തന്നെ തിരിച്ച് വെക്കുകയും വേണ്ടേ. അപ്പം പിന്നെ ഷെൽഫിലൊന്നും കൊണ്ടേ വെക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കൽ ഈ ചെറിയൊരു ലിവിങ് റൂം ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ കഴിക്കൽ. ടി വിൻ്റെ മുന്നിൽ നിന്ന് കഴിച്ചില്ലെങ്കിൽ അതങ്ങോട്ട് ഇറങ്ങൂല. അപ്പോൾ അതാണ്. പിന്നെ ഇപ്പുറത്തെ ഒരു കവർ കണ്ടോ, ആ കവറിൽ നാളെ കൊണ്ടുപോകാനുള്ള ലേസ്, ഫ്രൂട്ടി, അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഓരോ സാധനം വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പോരാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പനെയും വിളിച്ചിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ഈ ഒരു റോബോട്ട് വാക്യൂം ക്ലീനർ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ഒന്നരാടാണ് ഇത് ക്ലീൻ ചെയ്യൽ. ഈ ഒരു സാധനം ഉണ്ട്, ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്ത സാധനം, അതിൽ ഫുള്ള് മുടിയായിരിക്കും കേട്ടോ. നമ്മുടെ മുടി ഇങ്ങനെ എന്തെങ്കിലും നാര് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ അതിന്മേൽ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നുണ്ടാകും. ഉള്ളിത്തതിൽ ഫുൾ പൊടി മാത്രമായിരിക്കും കേട്ടോ. ഈ ഒരു സാധനത്തിലാണ് ഫുൾ മുടി, നമ്മളെ ഈ ഫുൾ മുടി അതിന്മേൽ ഉണ്ടാകും. എന്താ പറയുക, എത്രത്തോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ബ്ലേഡ് കൊണ്ട് പതുക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ബ്രഷിനൊന്നും പറ്റുകയും ചെയ്യരുത്. ഈ മുടി അങ്ങോട്ട് മൊത്തത്തിൽ കിട്ടുകയും വേണം, ചുറ്റി പണിഞ്ഞിട്ട് അത് കിട്ടാൻ ഭയങ്കര പാടുമാണ്. അപ്പോൾ അങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് ഒക്കെ മുറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മി എന്തൊക്കെയൊക്കെ വന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി അതിൻ്റെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഈ വീട്ടിൽ മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെയും ഇവിടെയൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിനെ തുറന്ന് വിട്ടാൽ മതി, അത് ഫുള്ളായിട്ട് നീറ്റാക്കി തന്നോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതായപ്പോൾ സുജി വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഓടി ചെന്ന് എന്തൊക്കെയോ വാങ്ങി കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറഞ്ഞാൽ മതി സുജി, പിന്നെ അതിൻ്റെ അപ്പുറം വാങ്ങി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇത് എന്തോ ഈ ഒരു സാധനമാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ എന്തോ ഒരു വടി പോലെ നിൽക്കുന്ന ഒരു സാധനം. പിന്നെ ഇവരെന്തോ ഒരു ജെല്ലി പോലത്തെ എന്തോ ബെല്ല ബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളുണ്ട്. പിന്നെ ഇത് കിൻഡർ ജോയിൻ്റെ അതേപോലെ തന്നെയുള്ള കിൻഡറിൻ്റെ ഇത് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുകിൽ അണ്ടിപ്പരിപ്പ്, അതിൻ്റെ കുരു കളഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം വെച്ചിട്ടുള്ള സംഭവമാണ്. ഇതെനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓൾ ഇന്ത്യ ടൂറ് പോയപ്പോൾ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ ഈ മിഠായികളൊക്കെ ഓവർ കഴിക്കണതിന് പകരം ഇതൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മെമ്മറീസാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നട്ട്സും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ഇന്ന് തന്നെ പാക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് മെമ്മറി ആണല്ലോ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് 1-2 എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊരു സ്നാക്കും ഉണ്ടാക്കൂലേ, ഇതിങ്ങനെ ഒരു മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് ആ ഒരു സ്നാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരാറുണ്ട്. നോമ്പൊക്കെ ആയാലാണ് കേട്ടോ അത് അധികം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.